നവീൻ ബാബു എന്ന ADM ദുരൂഹമായ സാഹചര്യത്തിൽ ആത്മഹത്യയെ കൊല്ലപ്പെടുകയോ എപ്പോഴും തീർച്ചയില്ല സാഹചര്യത്തിൽ മരണപ്പെട്ട ആ സംഭവം കേരളത്തിൽ ഒരു സമയത്ത് വലിയ ചർച്ചയായിരുന്നു. നവീൻ ബാബുവിന്റെ ഭാര്യയും കുടുംബവും ആ മരണത്തിൽ പല ദുരൂഹതകളും ആരോപിച്ചിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ എന്ന ഒരുപക്ഷെ റൈസിംഗ് സ്റ്റാർ ആയിരുന്നു PP ദിവ്യ. കണ്ണൂർ ജില്ലയിൽ വലിയ വേരുകളുള്ള വലിയ തോതിൽ സ്വീകാര്യതയുള്ള ഒരു നേതാവായിരുന്നു. ആ PP ദിവ്യ എന്ന ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബോധപൂർവം നടത്തിയ ഇടപെടൽ കൊണ്ടാണ് നവീൻ ബാബു കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ മരിച്ചത് എന്ന് വ്യക്തമായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് ട്രാൻസ്ഫറായി സ്വന്തം നാട് പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ അദ്ദേഹവും ഒരു പൂർണ്ണ ഇടതുപക്ഷ കുടുംബമാണ് എന്ന് ആലോചിക്കണം. അദ്ദേഹം അവിടെ നിന്ന് റിട്ടയർമെന്റ് യോഗത്തിൽ ജില്ലാ കളക്ടറുണ്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പക്ഷെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് അവിടേക്ക് കയറി വരുമ്പോൾ തന്നെ ആളുകൾ എന്തിനാണ് ഇവർ വന്നതെന്ന് അറിയില്ല. ഏതായാലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, അവർക്ക് അവിടെ സ്ഥാനമുണ്ട്. അവർ വളരെ മോശമായ രീതിയിൽ നവീൻ ബാബുവിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുക. ഇവിടെ ചെയ്യുന്ന മാതിരി അവിടെ പോയി ചെയ്യരുത്, അങ്ങനെ ഇങ്ങനെ ചെയ്തതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കും, ഒക്കെ വലിയ കുഴപ്പമാണ്, എന്താണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇതങ്ങനെ തന്നെ വീഡിയോ എടുത്ത് അവിടുത്തെ ഒരു ലോക്കൽ കേബിൾ TV-യിൽ വലിയ തോതിൽ പ്രചാരം കിട്ടുന്നു. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വീട്ടിലെത്തുമ്പോഴേക്കും ഇത് കേബിൾ TV-യിൽ വ്യാപകമായ പ്രചാരമായി. അവിടെ അവർക്ക് അതിനുള്ള മെക്കാനിസം ഉണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള മെക്കാനിസം ഉണ്ട്, അതിനുള്ള കാഡർ ഉണ്ട് അവർക്ക്. പണ്ട് കാഫിർ ഷോട്ട് ഇട്ട് വടകരയിൽ കളിച്ച പോലെ ആ കളി വ്യാപകമായി വലിയ തോതിൽ ചർച്ചയാകുന്നു. നവീൻ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കാൻ നമ്മൾ മനസ്സിലാക്കുന്നത്, നവീൻ ബാബു വീട്ടിലേക്ക് പോകാൻ വേണ്ടി ട്രെയിനിൽ കയറാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും 2 പെൺമക്കളും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ആണെന്ന് എൻ്റെ ഓർമ്മ. അവിടെ കാത്തു നിൽക്കുകയാണ്. രാവിലെ 4 മണിക്കാണ് വരുന്നത്. അദ്ദേഹം ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ അന്നേ നമുക്കുള്ള ഒരു സംശയം, ആത്മഹത്യ ചെയ്യാനാണ് പോകുന്നതെങ്കിൽ ചുരുങ്ങിയത് ഭാര്യയെ വിളിച്ച് ഞാൻ ഈ ട്രെയിനിൽ വരുന്നില്ല എന്നെങ്കിലും പറയാമായിരുന്നു. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നു എന്നാണ് പറയുന്നത്. എന്തോ വണ്ടി വിളിച്ചു, ഏത് വണ്ടിയാണെന്നറിയില്ല. അദ്ദേഹം വീട്ടിൽ വന്നു, വീട്ടിൽ വന്ന് പ്ലാസ്റ്റിക് കയർ കെട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ് കഥ. മാത്രമല്ല അദ്ദേഹത്തിന്റെ വാതിൽ തുറന്നു കിടന്നിരുന്നു എന്ന് ഗൺമാൻ പറയുന്നു, എല്ലാവരും പറയുന്നു. ഗൺമാൻ ഡ്രൈവർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറാതെ പുറത്ത് സംശയിച്ചിരുന്നു. എന്തിനാ സംശയിച്ചിരിക്കണേ? ഡ്രൈവർക്ക് ആ വീട്ടിൽ എപ്പോഴും സ്വാധീനമുള്ള ആളല്ലേ. ഇത് വാതിൽ തുറന്നു കിടക്കുമ്പോൾ എന്താന്ന് ചോദിച്ചുകൂടെ? അകത്ത് കയറി നോക്കിക്കൂടെ? അദ്ദേഹം നോക്കുന്നില്ല. അദ്ദേഹം വേറെ പാർട്ടിക്കാരെ ഇവരെയൊക്കെ വിളിക്കുന്നു. അങ്ങനെ വിളിച്ച് കൊണ്ടുവരുന്നു. അപ്പോൾ ഇദ്ദേഹം തൂങ്ങി നിൽക്കുന്നതായി കാണുന്നു. എന്തുകൊണ്ട് അദ്ദേഹം ആദ്യം തന്നെ കയറി നോക്കിയില്ല എന്നൊരു ചോദ്യമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇത് വന്നു കഴിഞ്ഞപ്പോ ഉടനെ തന്നെ ഇത് പാർട്ടി നേതാക്കന്മാരെല്ലാവരും കൂട്ടത്തോടെ വരുന്നു. മൃതദേഹം മറ്റു നടപടികൾക്ക് പോകുന്നു. ഇൻക്വസ്റ്റ് നടക്കുന്നു. പാർട്ടിക്കാർ തന്നെയാണ് ഇൻക്വസ്റ്റ് വെച്ചാൽ അതിന് സാക്ഷി നിൽക്കുന്നതൊക്കെ ചില ഉദ്യോഗസ്ഥരെയൊക്കെ കൊണ്ടുവരുന്നു. പാർട്ടിക്ക് സ്വാധീനമുള്ള ആളുകളായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ, CPM-ന് സമ്പൂർണ്ണ നിയന്ത്രണമുള്ള പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ, അതും അദ്ദേഹത്തിന്റെ സഹോദരൻ അടക്കം വിളിച്ചു പറയുന്നു, ഞങ്ങൾ വന്നിട്ട് മതി പോസ്റ്റ്മോർട്ടം. സമ്മതിക്കുന്നില്ല. പോസ്റ്റ്മോർട്ടം ഇവർ വരുമ്പോഴേക്കും നടത്തുന്നു. ഇവർ വരുമ്പോഴേക്കും എംബാം ചെയ്ത് ബോഡി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള അവസ്ഥയാവുന്നു. അവിടെ തന്നെ സംശയങ്ങൾ വീണ്ടും വർദ്ധിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഒരു പെട്രോൾ പമ്പ് കൊടുക്കുന്ന കേസാണ്. ആദ്യം വന്നത് നവീൻ ബാബുവിന്റെ സ്വഭാവഹത്യക്കുള്ള ശ്രമമാണ്. നവീൻ ബാബു അഴിമതിക്കാരനാണ്. ഏതോ ഒരുത്തന്നെ ഇന്ന് കാശ് മേടിച്ചു, അവൻ കത്തയച്ചു എന്ന് പറഞ്ഞ കത്തൊക്കെ പിടിക്കപ്പെട്ടു. കാരണം ആ കത്തൊക്കെ AKG സെന്ററിൽ രൂപപ്പെട്ട കത്താണ് എന്നും അതിലെ പേരൊക്കെ തന്നെ തെറ്റാണ് എന്നും ഇതിൽ പെട്രോൾ പമ്പിനെ അപേക്ഷിച്ച ആളും ഈ കത്ത് പരാതി കൊടുത്ത ആളും 2 പേരുകളാണ് എന്നും അതിന്റെ മുഴുവൻ കഥയും പൊളിഞ്ഞു. നവീൻ ബാബു ഭയങ്കര അഴിമതിക്കാരനാണെന്ന് പറയാനുള്ള കഥ പൊളിഞ്ഞു. എന്തിനാ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയത്? എന്തുകൊണ്ട് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ലേ ആത്മഹത്യ ചെയ്താണെങ്കിൽ? മാത്രമല്ല PP ദിവ്യയ്ക്ക് പരിപൂർണ പിന്തുണയാണ് കൊടുത്തത്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അവരെ കീഴടങ്ങേണ്ടി വന്നു. പാർട്ടി ഗ്രാമത്തിൽ അവരെ താമസിപ്പിച്ചു. അവര് കീഴടങ്ങി. അവർ കുറച്ചു ദിവസം ജയിലിൽ കിടന്നു. ജാമ്യം കിട്ടി അവർ പുറത്തു വരുമ്പോൾ
വലിയ സ്വീകരണമാണ് പി പി ദിവ്യയ്ക്ക് അവിടെ കൊടുക്കുന്നത്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഒക്കെ നേതാക്കൾ പോയി അവരെ സ്വീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ മൊത്തം ദുരൂഹത നിറഞ്ഞ ഈ സംഭവം പത്തനംതിട്ടയിലെ പാർട്ടിക്ക് പോലും ഇതിൽ ഇടപെടേണ്ടി വരുന്നു. പക്ഷെ പത്തനംതിട്ടയിലെ പാർട്ടി പറഞ്ഞ കണ്ണൂരിലെ പാർട്ടി ഒന്നും കേൾക്കൂല. കാരണം പത്തനംതിട്ടയിലെ പാർട്ടി ചെറുതാണ്. കണ്ണൂരിലെ പാർട്ടി ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ടയിലെ പാർട്ടിക്ക് ഒരു ലോക്കൽ കമ്മിറ്റിയുടെ വിലയുള്ളൂ. അതുകൊണ്ട് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇദ്ദേഹത്തിന്റെ കേസ് വരുന്നു. കേസിൽ ഇവർക്ക് സംശയമുണ്ട് എന്ന് പറയുന്നു. CBI അന്വേഷണത്തിന് കുടുംബം ആവശ്യപ്പെടുന്നു. ആ ഹർജി തള്ളപ്പെടുന്നു. കേസ് നന്നായി അന്വേഷിക്കുന്നു എന്നാണ് പോലീസ് റിപ്പോർട്ട് ചെയ്തത്. എന്തായി? പോലീസ് തുടരന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് വീണ്ടും ഇവര് ചെല്ലുന്നു. തുടരന്വേഷണം വേണം എന്ന് പറയുമ്പോൾ ടെലിഫോൺ റെക്കോർഡുകൾ അന്വേഷിക്കണം. ടെലിഫോൺ റെക്കോർഡുകൾ അന്വേഷിച്ചിട്ടില്ല. നവീൻ ബാബുവിന്റെ ടെലിഫോൺ റെക്കോർഡ്, മറ്റാളുകൾ ടെലിഫോൺ റെക്കോർഡ്, മറ്റ് രേഖകൾ, നിരവധി കാര്യങ്ങൾ. ദിവ്യയുടെ ടെലിഫോൺ റെക്കോർഡ്സ് പരിശോധിച്ചിട്ടില്ല. അത് പരിശോധിക്കണം. അന്വേഷണം ഇതുവരെ നടത്തിയ അന്വേഷണം പോരാ, തുടരന്വേഷണം വേണമെന്ന് ഹൈക്കോടതി ഉത്തരവിടുകയാണ്. ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന വലിയ അടിയാണ്. ദിവ്യയെ തൽക്കാലം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും ഒരു കാര്യവുമില്ല. കാരണം ഇത് തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലമാണ്. പത്തനംതിട്ട ജില്ലയിൽ ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതം അടുത്ത പാർട്ടിക്കാർക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത തരത്തിലാണ് ഇതിന്റെ അന്വേഷണം പോയത്. ദിവ്യ തൽക്കാലം മാറി നിന്നാലും ഒരു കാര്യമില്ല. പത്മകുമാറിന്റെ പോലെയാണ്. പത്മകുമാറിനെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവരണ്ട എന്നല്ലാതെ പത്മകുമാർ 90 ദിവസം സൗജന്യ ജാമ്യം കിട്ടിയിട്ട്, സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു വന്നിട്ടും ഇപ്പോഴും പത്മകുമാർ CPM-ൽ അംഗമാണ്. PP ദിവ്യ CPM-ൽ അംഗമാണ്. എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കേസ് ചെയ്തു എന്ന് തോന്നിയാൽ പോലും ഈ പാർട്ടി ആരെയും അങ്ങനെ പുറത്താക്കില്ല. ചെറിയ ചില അലവലാതി നടപടികൾ മാത്രം എടുക്കും. അതാണ് ഇന്നലെ TK ഗോവിന്ദൻ ചോദിച്ചത്. PP ദിവ്യക്കെതിരെ എടുത്ത നടപടി പോലും ആന്തൂർ സാജന്റെ കൊലയ്ക്ക് ഉത്തരവാദിയായ PK ശ്യാമളക്കെതിരെ എടുക്കാതിരുന്ന എന്തുകൊണ്ടെന്നാണ്. അത്ര പോലും എടുത്തില്ല. ആന്തൂർ ശ്യാമള എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആന്തൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്നു. സാജൻ എന്ന് പറയുന്ന ഒരു വ്യവസായി, ഒരു പ്രവാസി വ്യവസായി അവിടെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. അതിന് കാരണം ശ്യാമള മാത്രമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ശ്യാമള അയാളോട് വളരെ മോശമായി പെരുമാറിയതിന്റെ റെക്കോർഡ്സ് ഉണ്ട്. ഇന്നലെ ഗോവിന്ദൻ പറഞ്ഞതാണ്. പാർട്ടി സഖാക്കൾക്ക് അറിയാം, ഉദ്യോഗസ്ഥർക്കറിയാം. ജനങ്ങൾ വല്ലാതെ ഇളകി ശ്യാമളക്കെതിരെ. ജനങ്ങൾ വല്ലാതെ ഇളകി കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, ഞാനാണ് പോയി പറഞ്ഞത്, കുറ്റക്കാരാണെങ്കിൽ അന്വേഷിക്കും, നടപടിയെടുക്കും. കുറ്റക്കാരാണോ, നടപടിയെടുത്തോ, ഒന്നും എടുത്തില്ല എന്ന് മാത്രമല്ല ആ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നു. അതാണ് ഇന്നലത്തെ ഗോവിന്ദന്റെ കാര്യം. സമാനമായ ഒരവസ്ഥ PP ദിവ്യയുടെ കാര്യത്തിലുണ്ട്. PP ദിവ്യ വലിയ തോതിൽ ഇതിൽ ഇടപെട്ട് ഇതിന് കാരണമായി. ഇനി അത് കൊലപാതകമാണെങ്കിൽ അത് ദിവ്യ ചെയ്തതാവില്ല, വേറെ ആരെങ്കിലും ജയിച്ചതാവും. അങ്ങനെയുണ്ടോ ഒരു പ്രശ്നം? നവീൻ കുമാർ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നു. റവന്യൂ മന്ത്രി സാക്ഷ്യപ്പെടുത്തുന്നു, മറ്റേ റവന്യൂ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. പക്ഷെ ഇതിലൊക്കെ വൃത്തികെട്ട കളി കളിച്ച ഒരാളുണ്ട്, അവിടുത്തെ ജില്ലാ കളക്ടർ. ആ ജില്ലാ കളക്ടർ ഈ PP ദിവ്യ പറയുന്ന മുഴുവൻ വൃത്തികേടും കേട്ടിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ ഉദ്യോഗസ്ഥനാണ് ട്രാൻസ്ഫർ ആയി പോകുന്നത്. അദ്ദേഹത്തിന് വിളിക്കാലോ. നവീൻ ബാബു സാരമില്ല, രാഷ്ട്രീയക്കാരല്ലേ, അങ്ങനെ പലതും പറയും, നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും വറി ചെയ്യണ്ട എന്നൊരു വാക്ക് തന്റെ കീഴുദ്യോഗസ്ഥനോട് പറയാൻ കളക്ടർ തയ്യാറായി ഇല്ല. എന്ന് മാത്രമല്ല, കളക്ടറുടെ ബോഡി ലാംഗ്വേജിൽ കളക്ടർക്ക് ഇത് അറിയാമായിരുന്നു എന്ന് വരെ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന, അതിന്റെ ഫലമാണ് നവീൻ ബാബുവിന്റെ മരണം എന്ന് വരുന്നു. ആ കുടുംബം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി വളരെ അടുപ്പമുള്ള കുടുംബം, അവരുടെ ബന്ധുക്കൾ എന്തായിരിക്കും അവരുടെ ഉള്ളിലുള്ളത്? പോലീസിന്റെ അന്വേഷണം ശരിയല്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോകേണ്ടി വന്നു ഒരു ഇടതുപക്ഷ സഹയാത്രിക. അവർ വലിയൊരു ഉയർന്ന ഉദ്യോഗസ്ഥയാണ്, അവർക്ക് പോകേണ്ടി വന്നു. ഇടതുപക്ഷം കേരളത്തിൽ ഭരിക്കുമ്പോൾ, പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ഇതെന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കില്ലേ? ഇത് വേണ്ടേ? ഇത് ആവശ്യമല്ലേ? അതിനെ എതിർത്തതാ കോടതിയിൽ സ്റ്റേറ്റ് എന്താ ചെയ്തത്? ഇനി അന്വേഷണം വേണ്ട, എല്ലാ അന്വേഷണവും കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വാദിച്ചത് പ്രോസിക്യൂട്ടർ. അതിനെതിരെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കുടുംബത്തിന്റെ വക്കീൽ വാദിച്ചത്. എന്ന് പറഞ്ഞാൽ അന്വേഷണം അവസാനിപ്പിച്ചു, ഇതിന് ആരും കുറ്റക്കാരൊന്നും ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥ വരും എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അന്വേഷണം പോരാ എന്ന് ഇവർ വാദിച്ചത്. എന്ന് പറഞ്ഞാൽ പാർട്ടി എവിടെ നിൽക്കുന്നു? സർക്കാർ എവിടെ നിൽക്കുന്നു? നവീൻ ബാബുവിന്റെ കുടുംബം എവിടെ നിൽക്കുന്നു? ഈ ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ വരുമല്ലോ. നവീൻ ബാബുവിന്റെ മരണം, ആന്തൂർ സാജന്റെ മരണം എന്ന് ഇന്നലെ TK ഗോവിന്ദൻ പറഞ്ഞതുപോലെ നവീൻ ബാബുവിന്റെ മരണവും അതിന്റെ തുടരന്വേഷണവും ഒക്കെ വലിയ തോതിൽ ഈ LDF 3 അല്ലെങ്കിൽ പിണറായി 3 എന്ന് പറയുന്നതിനുള്ള തിരിച്ചടിയാവും. പ്രത്യേകിച്ചും
പാർട്ടി മേഖലകളിൽ, അവിടെയാണ് പാർട്ടിയുടെ അണികളിൽ ഈ ഗവൺമെന്റിനോടുള്ള അസംതൃപ്തി നന്നായിട്ടുണ്ട്. എല്ലാം പല മേഖലകളിലും ഉണ്ട്. ഇതുകൊണ്ട് ഉപകാരം കിട്ടി ജീവിക്കുന്ന കുറച്ചു പേർ പിണറായി മഹാനാണ്, റോഡ് ഉണ്ടാക്കി, ഇതുണ്ടാക്കി എന്നൊക്കെ പറയും. പക്ഷെ അതല്ല, ഈ പാർട്ടി ഇങ്ങനെയല്ല ആവേണ്ടത് എന്ന് പറയുന്ന ജി സുധാകരൻ മുതൽ ടി കെ ഗോവിന്ദൻ വരെയുള്ള ആളുകളുടെ അഭിപ്രായത്തോട് യോജിക്കുന്ന വലിയൊരു സെക്ഷൻ ആളുകൾ ഞാൻ കണക്കാക്കുന്നത് ഈ ദിവ്യയുടെ കാര്യത്തിലും പ്രതികരിക്കുമെന്നാണ്.